എങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ചോദിച്ചാൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ എപ്പോഴും മാറി മാറി വരുന്ന ഒരു തരത്തിൽ നല്ലതാണ്. കാരണം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് തുടരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ അതിന് പറയുന്നത്, ഒരു ബുദ്ധിമുട്ട്. ഒരാൾക്ക് കണ്ടിന്യൂസ് ഒരു സ്ഥാനത്തിരിക്കുമ്പോഴേ എന്നാ പറയണ്ടേ, അന്നേരം അടുത്തൊരു പുതിയ ഒരാൾ വരാൻ അവർ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അവർ തന്നെ പറയുന്നു. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഒരു മാറ്റം ലെവൽ ബെസ്റ്റായിട്ടൊക്കെ ഒന്നും എന്നുവെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് LDF UDF എന്നൊരു സംവിധാനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരു സംവിധാനം വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ളൊരു നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ ഈ സ്റ്റേറ്റിൽ അങ്ങനെ വന്നിട്ടില്ല. MLA മാർ ഒരു പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം കേരളത്തിലും വന്നാൽ ഒരു ഗുണമുണ്ടാകും, ജനങ്ങൾക്ക് പ്രതീക്ഷ അല്ലെ ജോലി സംബന്ധമായി എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നില്ലേ? നമ്മൾ നല്ലൊരു ശുഭപ്രതീക്ഷ എല്ലാവർക്കും നല്ലതാണല്ലോ. ആ പ്രതീക്ഷ എല്ലാവരുടെ മനസ്സിലുണ്ട്. മനുഷ്യൻ്റെ അകത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ. പുതിയത് വരണം, ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകണം. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചെങ്കിൽ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറയാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെങ്കിൽ ഒരു നല്ല മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഏത് തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ എന്നുള്ള ജനങ്ങൾ എന്നുള്ള നിലയിലാണ് താങ്കളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ അധികാരികളാണ് ജനങ്ങൾ. ഈ അധികാരികൾക്ക് അധികാരമുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിയാത്തതാണ് ഈ കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം. കേരളത്തിനല്ല, ഈ ജനങ്ങളാണ് അധികാരികൾ. ആ ഒരു അധികാരി എന്ന നിലയിലാണ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, ഈ അധികാരം താങ്കൾ നല്ല ഗുണപരമായ രീതിയിൽ വിനിയോഗിക്കുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കും. അത് ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടണമെന്ന് ഞാനും പറയുന്നത്. ആര് വന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വികസനം ഉണ്ടാകണം. അല്ലാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തോട് ജനങ്ങൾ പൊതുവെ നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വികസനം ഉണ്ടാകണം, ആ കാഴ്ചപ്പാട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആര് വന്നാലും വികസനം ഉണ്ടാകണം. അതിനെ പറ്റുന്ന ആൾക്കാരാരെന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ജനങ്ങൾ കൃത്യമായിട്ടും യൂസ് ചെയ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. തിരുവല്ലയിൽ ആരുടെ ഒരു ജയം ഈ പ്രാവശ്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു മാറ്റം ആവശ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ആര് ഭരിച്ചാലും തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ആവശ്യമാണ്. ഇവിടെ ആര് ഭരിച്ചാലും ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വജനപക്ഷപാതവും സ്വാർത്ഥതയൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ അതെല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഒരുപോലെയുള്ള നീതി നടപ്പാക്കിക്കൊണ്ട് ഒരുമിച്ച് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടെ ആര് ഭരിച്ചാലും, ആര് വന്നാലും, അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് ആര് ഭരിച്ചാലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ്. പിന്നെ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മാറാത്തത് മാറുമെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ജനങ്ങളും ഒരു പ്രതീക്ഷയിലാണ്. വർഷങ്ങളായിട്ട് LDFൻ്റെയും UDFൻ്റെയും MLA മാരാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വളരെ കടുത്ത പോരാട്ടത്തിലാണ് ശ്രീ അനൂപ് ആൻ്റണി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ച് ഇവിടെ ഒരു സീറ്റ് MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ജനങ്ങളും ആ മാറ്റം ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ 9-ാം തീയതി ഇലക്ഷനാണ്, വോട്ടൊക്കെ ചെയ്യാൻ പോകാറില്ലേ? പിന്നല്ലേ എല്ലാവരും. അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഈ പുതിയതായിട്ട് വല്ല ഭരണമാറ്റം വല്ല ഉണ്ടാവുമോ? അതോ മുൻകാലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഭരിച്ച കണക്ക് അവർ തന്നെ വരുമോ? മാറ്റം വല്ല ഉണ്ടാവുമോ? ചാൻസ് കുറവാണ്. ഇത്തവണ LDF തന്നെ വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും മുൻകാലങ്ങളിൽ നിന്നും നമ്മൾ പഴയ സ്ഥാനാർത്ഥിയല്ല, പുതിയ സ്ഥാനാർത്ഥികൾ വരാമോ? പുതിയ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ നല്ല രീതിയിലുള്ളൊരു ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പുരോഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല, ഭരണം മാറി മാറി ഭരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓരോരുത്തരുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത് നല്ലത്. ചിലപ്പോൾ കേരളത്തിലെ ഭരണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്, വേറൊരു ഭരണമില്ല. അപ്പോൾ ഇവരല്ലാതെ മൂന്നാമത് ഇപ്പോൾ കേന്ദ്രത്തിൽ 10-12 വർഷമായിട്ട് BJP സർക്കാരാണ് ഭരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു സർക്കാർ വന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ടോ? ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങ് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഒരു 10-20 കൊല്ലം വരുമ്പോഴത്തേക്ക് അധികം വിദൂരമല്ല BJP കേരളം ഭരിക്കാനായിട്ട്. കാലക്രമേണ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം BJPയുടെ MLA മാർ നിയമസഭയെ കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരു കുറച്ച് സീറ്റ് എന്തായാലും പിടിക്കും. ഒരു 4-5 സീറ്റ് പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്കൾ വോട്ട് ചെയ്യാനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണോ? നമ്മൾ റെഡിയാണ്. നമുക്ക് പ്രതീക്ഷയുണ്ട് ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ എല്ലാവർക്കും ഒരു പാർട്ടി ഉണ്ടാവുമല്ലോ. നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.